Hi friends, welcome back to our channel Sonia's Kitchen. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കന്റെ റെസിപ്പിയുമായിട്ടാണ്. അത് നന്ദൂസ് റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള പെരി പെരി ചിക്കൻ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കോണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ പെരി പെരി ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കനൊക്കെ ഇവിടെ കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളവും കൂടി അങ്ങ് ഡ്രൈ ചെയ്ത് കളയണം. വെള്ളമയം ഒട്ടും വേണ്ട നമുക്ക്. ഇനി ഇതിന് ചേർക്കാനായിട്ട് പെരി പെരി സോസ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സോസിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സാധാരണ മുളക് പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. എല്ലാം കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഹോട്ട് പെപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണേ എടുക്കുന്നുള്ളൂ. കാരണം പൊതുവേ ഞാൻ എല്ലാത്തിനും എരിവ് കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം മതി. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അതൊരു ടീസ്പൂണ്. ഒരു ഒനിയൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പം വൈറ്റ് ഒനിയൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഒരു ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ, 5 പീസ് വെളുത്തുള്ളി, ബായ് ലീഫ് 2 എണ്ണം, അതൊന്നും ഒടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ലെമണിൻ്റെ സ്കിന്നാണ്. നമ്മൾ സ്കിൻ പീൽ ചെയ്തെടുക്കുമെന്ന് വെച്ചാൽ ആ ഒരു യെല്ലോ പാർട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതുകൂടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ക്രാച്ച് ചെയ്തെടുത്താണിത്. ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി വേണം. അത് നമുക്ക് പിന്നീട് ചേർക്കാം. പിന്നെ വേണ്ടത് തൈം ലീഫാണ്. ഈ തൈം ലീഫ് നമുക്ക് സ്റ്റോറുകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടുന്നതാണ്. അതുകൂടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ 1/4 കപ്പ്. ഒലിവ് ഓയിൽ ഇപ്പം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് വേണം ഒലിവ് ഓയിലിൽ മാറ്റം വരുത്താനായിട്ട്. കൂടുതൽ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 1/4 കപ്പ് എന്നുള്ളത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ സോസിനായിട്ട് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. കണ്ടോ? അപ്പോൾ ഇതെല്ലാം കൂടി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് ഞാൻ ഈ ചിക്കൻ എല്ലാം കൂടി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സോസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ചിക്കനിലേക്ക് സോസൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ആ സ്മോക്ക് ഫ്ലേവർ കൂടി വരുമ്പോഴാണ്. ഇനി ഇതിൻ്റെ നടുക്കിലേക്ക് ഒരല്പം ഇതുപോലെ ഒന്ന് സ്പേസ് ഇട്ടതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ ഒരു ബൗളോ എന്തെങ്കിലും ഇതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 4 പീസ് ചാർക്കോൾ കത്തിച്ചതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം കൂടി ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തന്നെ അത് മൂടി വെച്ച് കൊടുക്കണം. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഇതുപോലെ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു നല്ലൊരു സ്മെല്ല്, ആ ഒരു ഫ്ലേവർ എല്ലാം കൂടി ഇതിലേക്ക് ആ ചിക്കനിലേക്ക് കൂടി ആയിക്കോളും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ അടച്ചു വെക്കുമ്പോഴത്തേക്കും ആ അടപ്പിന് എന്തെങ്കിലും ഒരു ഹോൾ ഉണ്ടെങ്കിൽ അത് അടച്ചു വെക്കാനായിട്ട് മറക്കരുത്. അപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് സ്മോക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഈ പാത്രം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. ആ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത്രയും നേരം ഇരുന്നാൽ മതി. ഇനി നമ്മൾ ഇതിനെ 8 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഫ്രിഡ്ജിൽ താഴെ തന്നെ വെച്ചാൽ മതി, ഫ്രീസറിലേക്ക് ഒന്നും കയറ്റി വെക്കണ്ട. പിന്നെ ഇത് 8 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് 8 മണിക്കൂർ കഴിയുമ്പം കാണാം കേട്ടോ. ഇപ്പോൾ 8 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും നേരം വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ആ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ആ ചിക്കന് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ വലുതായിട്ട് തന്നെ വേണമെങ്കിൽ അങ്ങനെ വലിയ പീസുകളാക്കി വെക്കാം. ഇനി ചൂടായ പാനിലേക്ക് ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അഡീഷണൽ വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നേരത്തെ ഒഴിച്ച ഓയിൽ മാത്രം മതി ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരാനായിട്ട്. അപ്പോൾ 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 പാനിലായിട്ട് ഞാനിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത്. കണ്ടോ? ചിക്കൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി 2 സൈഡും കുക്കായിട്ടുണ്ട്. സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ പെരി പെരി ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.